വിശാൽ സ്നേഹം നിറഞ്ഞവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിയേക ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്യുകയാണ് ആദ്യം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പരിശുദ്ധ കന്യകാമാതാവിനെ പറ്റി പറയുന്ന തിരുവചന ഭാഗം സുഭാഷിതങ്ങൾ അധ്യായം 7 എന്നാണ് പറഞ്ഞത്, തെറ്റിപ്പോയി. അത് 7 അല്ല, സുഭാഷിതങ്ങൾ അധ്യായം 8, 22 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത്. ശ്രദ്ധിക്കുക. അടുത്തതായി പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. നാളെ കഴിഞ്ഞത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാമല്ലോ. എപ്പിസോഡ് 144 ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചും അതുപോലെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞിരുന്നു. 9 മാസത്തെ 9 ആദ്യ വെള്ളിയാഴ്ചകൾ, അതുപോലെ 9 ആദ്യ ശനിയാഴ്ചകൾ എങ്ങനെ യോഗ്യമായ രീതിയിൽ നാം ആചരിക്കണമെന്നും അങ്ങനെ ആചരിക്കുന്നത് വഴിയായി ലഭിക്കുന്ന 33 വാഗ്ദാനങ്ങളെപ്പറ്റി ഞാൻ വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് തിരക്ക് പിടിച്ച് ഈ വീഡിയോ ഇടുന്നതിൻ്റെ കാരണം. നാളെയാണ് ആദ്യ വെള്ളിയാഴ്ച, നാളത്തെ കഴിഞ്ഞ് ആദ്യ ശനിയാഴ്ച. ഏപ്രിൽ മുതൽ ഡിസംബർ വരെ, ഈ വർഷം ഏപ്രിൽ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലം 9 മാസങ്ങൾ തുടർച്ചയായിട്ട് പ്രിയപ്പെട്ടവരെ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം തന്നെ യോഗ്യമായി ആചരിക്കുക വഴി ഈ 33 വാഗ്ദാനങ്ങൾക്കും നിങ്ങൾ യോഗ്യരായിത്തീരും. നാളെ ഇത് ആരംഭിക്കുന്നത് മുതൽ നിങ്ങൾ നല്ല ഉദ്ദേശത്തോടെ, ഒരിക്കലും മുടങ്ങിപ്പോകരുതെന്നുള്ള ഉദ്ദേശത്തോടെ നാളെ തന്നെ കുമ്പസാരിച്ച് യോഗ്യതയോടെ കുർബാന സ്വീകരിച്ച് ഈശോയുടെ തിരുഹൃദയത്തിനെതിരെ ചെയ്യുന്ന എല്ലാ നിന്ദാപമാനങ്ങളും പരിഹാരമായി, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനെതിരെ ചെയ്യുന്ന എല്ലാ നിന്ദാപമാനങ്ങൾക്ക് പരിഹാരമായി പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് കുർബാന സ്വീകരിച്ചത് കാഴ്ചവെച്ച് പറഞ്ഞിരിക്കുന്ന ആ പ്രാർത്ഥനകൾ ചൊല്ലുന്ന പക്ഷം നിങ്ങളിൽ തന്നെ ഒരു പ്രത്യേക അനുഗ്രഹം, കൃപ നിറയുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിരിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മറന്നു പോകാതെ നാളെ തന്നെ ആരംഭിക്കുക. അടുത്തതായി പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ, എത്ര നല്ല കാര്യം ചെയ്താലും വിമർശിക്കുന്നവരുണ്ട്. ഈശോയുടെ ഈശോയുടെ കർത്താവായ ദൈവത്തെ എല്ലാ തരത്തിലും വിമർശിച്ചെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ തരത്തിലും ദ്രോഹിച്ചെങ്കിൽ, പീഡിപ്പിച്ചെങ്കിൽ തീർച്ചയായും കർത്താവിൻ്റെ അനുയായികളും ഇതൊക്കെ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നത്, നമ്മുടെ ഈ നല്ല കാര്യത്തെ വിമർശിക്കുന്നവർ ധാരാളം ഉണ്ടാവും. അതിനൊന്നും ഉത്തരം കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, വാദവിവാദങ്ങളിലൂടെയോ തർക്കത്തിലൂടെയോ ആരെയും രക്ഷിക്കാനാവില്ല. പ്രത്യേകിച്ച് ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടവരെ നാം എത്ര പ്രാവശ്യം എത്ര പറഞ്ഞാലും, എത്ര നല്ല രീതിയിൽ പറഞ്ഞാലും അവർ തലയിലേക്ക് കയറുകയില്ല. അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ തുടക്കത്തിൽ തന്നെ വായിക്കുമ്പോൾ നമുക്കറിയാം ഇത് നെഗറ്റീവാണോ പോസിറ്റീവാണോ. അതുകൊണ്ട് ഒരു കാരണവശാലും അവരുടെ ആ കമൻറ്റിലേക്ക് ശ്രദ്ധിക്കുകയേ വേണ്ട. അത് അർഹിക്കുന്ന അവഗണനയോടുകൂടെ അത് തള്ളിക്കളയുക. വെറുതെ സമയം നഷ്ടപ്പെടുത്തേണ്ട. അതിൻ്റെ പുറമേയുള്ള വാഗ്വാദങ്ങളും വിതർക്കങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കുക. അതുകൊണ്ട് ഒരു ഗുണവുമില്ല. മാത്രമല്ല, ഇങ്ങനെ നാം അതിനെതിരായി പറയുമ്പോൾ അവർ കൂടുതലായി നമ്മുടെ പരിശുദ്ധ അമ്മയെ പറ്റി പറയുകയും അത് അമ്മയ്ക്ക് വേദനയ്ക്ക് കാരണമാകുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, അതിലേക്കൊന്നും അധികം ശ്രദ്ധ കൊടുക്കണ്ട. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ടോക്കിൽ പ്രധാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ അമ്മ നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ നിധിയെ പറ്റിയാണ്. ഈ ദിവസങ്ങളിലേക്ക് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നാം എങ്ങനെ ഒരുങ്ങണമെന്ന് പരിശുദ്ധ അമ്മ തൻ്റെ സൈന്യത്തിലെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയ സുരക്ഷിതത്തിനുള്ള എല്ലാ കാര്യങ്ങളും നൽകി അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, അടുത്തതായിട്ട് അമ്മ നമുക്ക് തരുന്നത് ഒരു സാൽവേഷൻ മെഡലിനെ പറ്റിയാണ്. പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമുക്കൊരു കാര്യം അറിയാമല്ലോ, എപ്രകാരം രക്ഷകൻ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് വേണ്ടി ദൈവം പരിശുദ്ധ കന്യകാ മാതാവിനെ
തിരഞ്ഞെടുത്തുവോ അതുപോലെ തന്നെ രക്ഷകന്റെ രണ്ടാം വരവിനു വേണ്ടിയും ദൈവം പരിശുദ്ധ അമ്മയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടങ്ങളിൽ നാം കാണുന്നത്, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ കുഞ്ഞുങ്ങളെ ഒരുക്കുകയാണ് ഈ ഒരു നിയോഗത്തിന് വേണ്ടി. കാരണം അമ്മയെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അമ്മ 100% ഉത്തരവാദിത്തോടെ ചെയ്യുന്ന അമ്മയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. അമ്മ നമ്മോട് പറയുന്നത് ഒരു സാൽവേഷൻ മെഡലിനെ പറ്റിയാണ്. അതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഈ സാൽവേഷൻ മെഡൽ? അമ്മ പറയുന്നു, എൻ്റെ പുത്രന് എന്നെ ആദരിച്ചുകൊണ്ട് എനിക്കൊരു സമ്മാനം നൽകാൻ ആഗ്രഹിക്കുന്നു. അതിതാണ്, ഞാൻ രക്ഷയുടെ അമ്മയായി അറിയപ്പെടണം. ഈ അവസാന കാലഘട്ടത്ത് അവസാനമായിട്ട് തിരുസഭയിലൂടെ ഈശോ തൻ്റെ അമ്മയ്ക്ക് നൽകുന്ന ബഹുമതിയാണ് അമ്മ രക്ഷയുടെ അമ്മയായിട്ട് അറിയപ്പെടണം. അത് ന്യായവുമാണല്ലോ, നമുക്കറിയാമല്ലോ. ഏകലോക രക്ഷകനായ യേശു ക്രിസ്തുവായ നമ്മുടെ ദൈവം, ആ കർത്താവിന് പൂർണ്ണ സപ്പോർട്ടുകൂടെ എല്ലാ വിധത്തിലുള്ള സഹകരണവും സഹായവും നൽകി ജീവന്റെ അവസാന ശ്വാസം വരെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ രക്ഷകന്റെ അമ്മയായതുകൊണ്ട് രക്ഷയുടെ അമ്മ എന്ന് അറിയപ്പെടണമെന്ന് പുത്രൻ ആഗ്രഹിക്കുന്നു. അപ്രകാരം രക്ഷയുടെ ഒരു മെഡൽ അച്ചടിക്കുന്നതിന് വേണ്ടി അമ്മ വഴിയായി ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു. അതിപ്രകാരമായിരിക്കണമെന്ന് അമ്മ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക. മെഡലിൻ്റെ ഒരു ഭാഗത്ത് എൻ്റെ ശിരസിൻ്റെ പുറകിൽ സൂര്യനും എൻ്റെ ശിരസിൻ്റെ മുകൾ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ശിരസിൽ 12 നക്ഷത്രങ്ങൾ മുള്ളുകൾക്കിടയിൽ കോർത്തിണക്കിയ രീതിയിൽ പ്രതിഷ്ഠിക്കുന്ന രീതിയിലായിരിക്കണം. ഇത് മെഡലിൻ്റെ ഒരു ഭാഗം. മറുഭാഗത്ത് എൻ്റെ മകൻ്റെ തിരുഹൃദയം രക്ഷയുടെ 2 വാളുകൾ പരസ്പരം ക്രോസ് ചെയ്ത രീതിയിലായിരിക്കണം. ഈ വാളുകൾക്ക് 2 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, എനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച അധികാരം ഉപയോഗിച്ച് അവസാന ദിവസം സാത്താനെ വധിക്കുന്നതിനുള്ള വാളാണ്. അവസാനം എൻ്റെ വിമല ഹൃദയം വിജയിക്കുമെന്ന് അമ്മ ഫാത്തിമയിൽ നൽകിയ സന്ദേശം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ വാൾ ഏറ്റവും കഠിന ഹൃദയരായ ആത്മാക്കളുടെ ഹൃദയങ്ങൾ ഈ വാള് തുളച്ചു കയറി മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കും നയിക്കുന്നതാണ്. അമ്മ പറയുന്നു, ഈ മെഡൽ വാർത്തെടുത്ത് ഫ്രീ ആയിട്ട് എല്ലാവർക്കും നൽകുക. വലിയ മാനസാന്തരങ്ങൾക്ക് കാരണമാകുന്നതാണ് ഈ മെഡൽ. മാത്രമല്ല, വരാൻ പോകുന്ന എതിർ ക്രിസ്തുവുമായുള്ള യുദ്ധത്തിൽ നമുക്ക് വലിയ സംരക്ഷണവുമായിരിക്കും. ഈ മെഡൽ ഉപയോഗിക്കുന്നവര് 115ാമത്തെ ക്രൂസേഡ് പ്രാർത്ഥന ചെല്ലണമെന്ന് അമ്മ ആവശ്യപ്പെടുന്നു. അതിപ്രകാരമാണ്: ഓ എൻ്റെ രക്ഷയുടെ മാതാവേ, അമ്മയുടെ കണ്ണീർ കണങ്ങളാൽ എൻ്റെ ആത്മാവിനെ പൊതിയണമേ. സംശയങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എൻ്റെ ഹൃദയത്തെ ഉയർത്തണമേ. അതുവഴിയായി അമ്മയുടെ പുത്രൻ്റെ സാമീപ്യം ഞാൻ അനുഭവിച്ചറിയട്ടെ. അങ്ങനെ ശാന്തിയും ആശ്വാസവും ഞാൻ അനുഭവിക്കട്ടെ. ഞാൻ പൂർണ്ണമായി മാനസാന്തരപ്പെടുന്നതിനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യഥാർത്ഥ സത്യം സ്വീകരിക്കുന്നതിനും അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കാരുണ്യം സ്വീകരിക്കുന്നതിനുമായി എൻ്റെ ഹൃദയം തുറക്കുന്നതിനുമായി എന്നെ സഹായിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, എൻ്റെ പക്കൽ കുറച്ച് മെഡലുകളുണ്ട്. അപ്പോൾ ജീവിക്കുന്ന മുദ്ര നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അത് ലഭിച്ചു കഴിയുമ്പോൾ ഓരോ മുദ്രയോടുകൂടെയും ഓരോ സാൽവേഷൻ മെഡലും ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാം നല്ല രീതിയിൽ പോകുന്നതിനായി തടസ്സമൊന്നും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, അടുത്തതായി നിങ്ങളോട് പറയാനുള്ളത്, ഈ അടുത്ത കാലത്ത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ, യുദ്ധങ്ങൾ വളരെ സമീപത്താണ്. മാത്രമല്ല, അവിടെ ഇവിടെയായിട്ട് ഭൂകമ്പങ്ങളുടെ ഒരു നിര തന്നെ സംഭവിക്കുന്നു.
അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ, കാലാവസ്ഥയിലുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ പ്രിയപ്പെട്ടവരെ മുന്നറിയിപ്പ് വളരെ വളരെ അടുത്തു എന്നുള്ളതിൻ്റെ ഒരു സൈനാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. കാരണം ഈശോ പറഞ്ഞിട്ടുണ്ട്, മുന്നറിയിപ്പ് വരുന്നതിന് മുമ്പ് കാലാവസ്ഥയിൽ വലിയ മാറ്റമുണ്ടാകും, അതുപോലെ തന്നെ ഭൂകമ്പങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടാകും. അതൊക്കെ ഓരോന്നായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഒരുങ്ങാനുള്ള ഒരു ആഹ്വാനം കൂടെയാണിത്. മുന്നറിയിപ്പിനെ കുറിച്ച് ആരും തെറ്റിദ്ധരിക്കരുത്. ഇതിനിടയ്ക്ക് ആരോ ഇപ്രകാരം കമന്റ് ബോക്സിൽ എഴുതിയിരിക്കുന്നത് കണ്ടു, മുന്നറിയിപ്പിന്റെ സമയത്ത് മാരകപാപത്തിൽ ജീവിക്കുന്നവരെല്ലാം മരിച്ചു പോകുമല്ലോ എന്ന്. തെറ്റാണത്. അങ്ങനെയെങ്കിൽ പിന്നെ ആരായിരിക്കും അവശേഷിക്കുക? എത്ര പേര് കാണും? വളരെ ചുരുക്കം പേരല്ലേ ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ മുന്നറിയിപ്പ്. മാരകപാപത്തിലായിരിക്കുന്നവര് അവർ ആ അവസ്ഥയിൽ നരകത്തിൽ പതിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥയായിരിക്കും അവർക്കുണ്ടാകുന്നത്. അപ്പോൾ അവർ അവരുടെ തെറ്റുകളെപ്പറ്റി യഥാർത്ഥമായി മനസ്സിലാക്കുകയും, ദൈവമേ, ഈ മാരകപാപത്തിൽ ഞാൻ മരിച്ചാൽ ഞാൻ നിത്യമായി ഭയാനകമായ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് നരകത്തിൽ കഴിയേണ്ടി വരുമല്ലോ, ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിക്കും, അവർ അനുതപിക്കും. അപ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ അനുതാപം സ്വീകരിച്ച് അവരെ രക്ഷിക്കും. എന്നാൽ മരിക്കുന്ന കൂട്ടർ ആരാണ്? സത്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുത്ത ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 വയസ്സിന് മുന്നോട്ടുള്ള എല്ലാവരും ജാതി മത വർഗ വ്യത്യാസ ഭാഷ വ്യത്യാസമന്യേ സകലരും തങ്ങളുടെ യഥാർത്ഥ ആത്മാവിൻ്റെ അവസ്ഥ മനസ്സിലാക്കും. താൻ ചെയ്ത തെറ്റുകൾ, ചെയ്യാതെ പോയ നന്മകൾ, ചെയ്യേണ്ടിരുന്ന നന്മകൾ എല്ലാം മാത്രമല്ല തന്നെ സൃഷ്ടിച്ച് തൻ്റെ സൃഷ്ടികർത്താവായ ദൈവത്തെ നേരിട്ട് കാണും. ദൈവം എങ്ങനെ ഒരു ആത്മാവിനെ നേരിട്ട് കാണുന്നുമോ അതുപോലെ ഓരോ വ്യക്തിയും തൻ്റെ ആത്മാവിനെ നോക്കിക്കാണും. താൻ ചെയ്തു പോയ പാപങ്ങൾ മാനസികമായും ശാരീരികമായും ആത്മീയമായും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും വന്ന എല്ലാ പാപങ്ങളും ഒരു സെക്കൻഡിനുള്ളിൽ എല്ലാം കാണിച്ചു കൊടുക്കും. ഇതെന്തിനാ കാണിച്ചു കൊടുക്കുന്നത്? നാം നമ്മുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കി മാനസാന്തരത്തിലേക്കും അനുതാപത്തിലേക്കും വരുന്നതിന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പാപങ്ങൾ ഈശോയെ നാം എപ്രകാരം വേദനിപ്പിച്ചു എന്നുള്ള കാര്യം ഈശോയുടെ പീഠാനുഭവങ്ങൾ നിറഞ്ഞ കർത്താവ് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് നമ്മളെ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് അനുതാപം ഉണ്ടാകണം. എന്നാൽ ഇവയെല്ലാം കാണിച്ച ശേഷവും നമ്മൾ ചെയ്ത പാപങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി തന്ന ശേഷവും പാപം ചെയ്ത സ്ഥലം, പാപം ചെയ്ത സമയം, പാപം ചെയ്ത ദിവസം, ആരോടൊക്കെ കൂടെ പാപം ചെയ്തു, ഏതവസ്ഥയിൽ എല്ലാം കാണിച്ചു തരും. എന്നിട്ടും സത്യം മനസ്സിലാക്കാതെ അനുതപിക്കാതെ ഹൃദയത്തെ കഠിനമാക്കുന്നവരാണ് മരിച്ചു വീഴുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇത് പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവ് കരുണയുടെ ഈ പ്രവർത്തനം ചെയ്യാൻ പോകുന്നത്. ഇത് ദൈവത്തിൻ്റെ കരുണയുടെ ഒരു വലിയ പ്രവൃത്തിയാണെന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കരുത്. അപ്പോൾ വരാൻ പോകുന്ന മുന്നറിയിപ്പിനായി ശരിക്കും ഒരുങ്ങുക. അടുത്തതായി പ്രിയപ്പെട്ടവരെ, 15 വർഷം മുമ്പ് കർത്താവ് എന്ന പ്രേരണ അനുസരിച്ച് പരിശുദ്ധ അമ്മ എന്നെ കൊണ്ട് എൻ്റെ കൈ പിടിച്ചെഴുതിച്ച ഒരു പുസ്തകമാണ് നിത്യജീവൻ പ്രാപിക്കുന്നതിനുള്ള 7 ഭക്തിയുടെ മാർഗങ്ങൾ. നിങ്ങളുടെ പലരുടെയും പക്കൽ അത് കാണും. ഇല്ലാത്തവർ കേരളത്തിലെ വിമല പ്രിന്റിംഗ് പ്രസ് MSMI സിസ്റ്റേഴ്സാണ് അത് പ്രിന്റ് ചെയ്യുന്നത്. അതിന് ലാഭേച്ഛ കൂടാതെ തന്നെ കുറഞ്ഞ വിലയ്ക്ക് അത് കൊടുക്കുകയാണ്. മനുഷ്യരുടെ ഉദ്ദേശം ആത്മാക്കളുടെ രക്ഷയാണ്. കഴിയത്ര പേര് വാങ്ങി മറ്റുള്ളവർക്ക് കൊടുക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തോടുമാണ്. അതുകൊണ്ടാണ് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നത്. ലഭിക്കാത്തവർ പ്രിയപ്പെട്ടവരെ ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ പൈസ അയച്ചു കൊടുക്കുന്ന പക്ഷം അവർ എത്രയാണോ വേണ്ടത് അയച്ചു തരുന്നതായിരിക്കും. മൊബൈൽ നമ്പർ 8281045518. ഇതിൽ വിളിച്ച് ചോദിക്കുക. അപ്പോൾ ഈ പുസ്തകത്തിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ തന്ന പ്രചോദനം അനുസരിച്ച് നിർമ്മലമായ ഒരു ഹൃദയവും ആത്മാവും ശരീരവും മനസ്സിന് ലഭിക്കുന്നതിനുള്ള പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥനകൾ
ഈ പ്രാർത്ഥനകൾ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിശുദ്ധാത്മാക്കൾ ഉപയോഗിച്ച പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് അന്തോനീസ് പുണ്യവാളൻ അതുപോലെയുള്ള പുണ്യവാന്മാർക്ക് നിർമ്മലമായ ഹൃദയവും ശരീരവും ആത്മാവും ലഭിച്ചതും ഉണ്ണീശോയെ തന്നെ കരങ്ങളെടുക്കാൻ തക്കവിധം വിശുദ്ധി പ്രാപിച്ചതുമായൊരു പ്രാർത്ഥനയാണിത്. ശ്രദ്ധിച്ച് കേൾക്കുക. പ്രഭാതത്തിൽ എണീറ്റ പാടും അതുപോലെ കിടക്കുന്നതിന് മുമ്പും ഈ പ്രാർത്ഥന ചൊല്ലുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ ഈ നിർമ്മലമായ ഹൃദയത്തിനും ആത്മാവിനും ശരീരത്തിനും ഇത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപകരിക്കുന്നതുമാണ്. നിർമ്മലമായ ആത്മാവും മനസ്സും ഹൃദയവും ശരീരവും ലഭിക്കുന്നതിനുള്ള പ്രാർത്ഥന. ദൈവപിതാവിൻ്റെ പ്രിയമകളായ പരിശുദ്ധ കന്യകാമാതാവേ, സ്വർഗത്തിലുള്ള സകല മാലാഖമാരെക്കാളും വിശുദ്ധരെക്കാളും അധികമായി എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ അങ്ങയെ സ്തുതിക്കുകയും എൻ്റെ ആത്മാവിനെയും അതിൻ്റെ എല്ലാ അവസ്ഥയും ഞാൻ അങ്ങേക്കായി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലുക. 2. ദൈവപുത്രന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവേ, സ്വർഗത്തിലെ സകല മാലാഖമാരെക്കാളും വിശുദ്ധരെക്കാളും അധികമായി എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ അങ്ങയെ സ്തുതിക്കുകയും എൻ്റെ ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും ഞാൻ അങ്ങേക്കായി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. വീണ്ടും ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലുക. 3. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ കന്യകാമാതാവേ, സ്വർഗത്തിലെ സകല മാലാഖമാരെക്കാളും വിശുദ്ധരെക്കാളും അധികമായി എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ അങ്ങയെ സ്തുതിക്കുകയും എൻ്റെ ഹൃദയത്തെയും അതിൻ്റെ സ്നേഹപ്രകടനങ്ങളെയും അങ്ങേക്കായി പ്രതിഷ്ഠിക്കുന്നു. പരിശുദ്ധ കന്യകാമാതാവേ, എൻ്റെ നിത്യജീവിതത്തിന് ആവശ്യമായ എല്ലാവിധ കൃപാപര ദാനങ്ങളും പരിശുദ്ധ ത്രിയേക ദൈവത്തിൽ നിന്നും വാങ്ങിത്തരണമെന്നും ഏറ്റവും നിർമ്മലമായ ഒരു ആത്മാവും മനസ്സും ഹൃദയവും ശരീരവും എനിക്ക് നൽകണമെന്നും ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഒരു നന്മ നിറഞ്ഞ മറിയം കൂടി ചൊല്ലി കാഴ്ചവെക്കുക. ഇപ്രകാരമുള്ള ഈ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ അനേക വിശുദ്ധാത്മാക്കൾക്ക് ആവശ്യപ്പെട്ടത് ലഭിച്ചതാണ്. അമ്മയുടെ വിമല ഹൃദയത്തിന് അത്രമാത്രം ശക്തിയുണ്ട്. കാരണം ആദ്യം ഈശോ ആ വിമല ഹൃദയത്തിലാണ് വന്നത്. അതുകൊണ്ടാണ് വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്ന വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ രാജ്യങ്ങളിൽ തന്നെ വലിയ മാറ്റം സംഭവിക്കുന്നത്. മാനസാന്തരം സംഭവിക്കാതിരിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശങ്ങളെല്ലാം ഗൗരവമായി എടുത്ത് അത് സ്വീകരിച്ചുകൊണ്ട് സമയം അധികം ഇല്ല, നമുക്ക് നന്നായി ഒരുങ്ങാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാമാതാവിൻ്റെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും പ്രത്യേകം ആദിശക്തിയിലൂടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.